ജനുവരി മാസം 16-ാം തീയതി ഈ ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തെ ആധാരമാക്കി ചില ചിന്തകൾ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അബ്രഹാമിന് ഒരു മകനെ വാഗ്ദത്തം ചെയ്തു. ഞാൻ നിനക്കൊരു മകനെ തരാം, നിൻ്റെ സന്തതിയെ തരാം എന്ന് പറഞ്ഞു. അബ്രഹാം സാറാ ദമ്പതികൾക്ക് ദൈവം നൽകിയ വാഗ്ദത്തമാണ്. വർഷങ്ങൾ കഴിഞ്ഞു, ദശാബ്ദങ്ങൾ കഴിഞ്ഞു, എന്നിട്ടും ആ വാഗ്ദത്തം ശരിയായില്ല. അവർ പ്രായത്തിലാവുകയാണ്. സാറയ്ക്ക് ഏതാണ്ട് 90 വയസ്സായി, അബ്രഹാമിന് 100 വയസ്സുമായി. ഇതുവരെയും മകനുണ്ടായില്ല. ദൈവം തരാമെന്ന് പറഞ്ഞിട്ട് വർഷങ്ങളായി. ഇനിയിപ്പോൾ ദൈവം ഒരു പക്ഷേ ഉദ്ദേശിച്ചത് സാറയും അബ്രഹാമും ശാരീരിക ബന്ധം പുലർത്തി അതിൽ നിന്നും ജനിക്കുന്ന ഒരു കുട്ടിയെക്കുറിച്ചായിരിക്കുകയില്ല. ഒരു പക്ഷേ മറ്റ് മാർഗമായിരിക്കാം എന്നവർ വിചാരിച്ചു കാണും. അന്ന് മെസോപ്പൊത്തേമിയയിലൊക്കെ ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, യജമാനത്തിക്ക് മക്കളുണ്ടാകുന്നില്ലെങ്കിൽ യജമാനത്തിക്ക് ഇഷ്ടമുള്ള ഒരു ദാസിയെ യജമാനന് കൊടുക്കുകയും ആ ദാസി ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുട്ടി യജമാനത്തിൻ്റെ കുട്ടിയായിട്ട് ദത്തെടുത്ത് കുട്ടിയായിട്ട് കണക്കാക്കുകയും ചെയ്യും. അത് അന്നത്തെ ശീലശിഷ്ടമായ രീതിയായിരുന്നു. അതുകൊണ്ട് പക്ഷേ സാറയും അബ്രഹാമും സംസാരിച്ചപ്പോൾ പറഞ്ഞു കാണും, എനിക്ക് 90 വയസ്സായി, സ്ത്രീകളുടെ പതിവൊക്കെ നിന്നു, ഇനി എന്നെക്കൊണ്ട് ഗർഭം ധരിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ദാസിയായിരിക്കുന്ന ഹാഗാറിനെ ഭാര്യയായിട്ട് സ്വീകരിക്കുക, അവളൊരു കുട്ടി ഉണ്ടാകട്ടെ, ആ കുട്ടി ദൈവം വാഗ്ദത്തം ചെയ്ത കുട്ടിയായിട്ട് നമുക്ക് അംഗീകരിക്കാം. അങ്ങനെ അവരൊരു ക്രമീകരണം ചെയ്തു. ഞാൻ വിചാരിക്കുന്നു ഹാഗാറ് ഗർഭം ധരിച്ചു കഴിഞ്ഞു, ഒരു മകനെയും പ്രസവിച്ചു. അവന് ഇസ്മായിൽ എന്ന പേരിട്ടു. അതെ, അപ്പോൾ അവരുടെ ആ ഒരു കുറുക്കുവത്തി വഴി നമുക്ക് പറയാം, ദൈവം പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് അത് സംഭവിച്ചത്. ദൈവം ഇസ്മായിൽ ജനിച്ച് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ ശേഷം 12 വർഷം കഴിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. 3 സ്നേഹിതന്മാരെന്ന നിലയിൽ അബ്രഹാമിൻ്റെ അടുക്കൽ വന്നു നിന്നു. അതിലൊരാൾ യഹോവയായിരുന്നു. അവരെ അബ്രഹാം സ്വീകരിച്ചു, അവർക്ക് വിരുന്ന് കൊടുത്തു. വിരുന്നൊക്കെ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, എൻ്റെ ഭാര്യ സാറായി എവിടെയെന്ന് ചോദിച്ചു. കൂടാരത്തിലുണ്ടെന്ന് പറഞ്ഞു. അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ അവൾ ഒരു മകനെ അണച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. ഉടനെ സാറ ചിരിച്ചെന്നാണ് പറയുന്നത്. വയസ്സായി, എനിക്ക് ഇനി മക്കളുണ്ടാകുമെന്നോ. അബ്രഹാമും പറഞ്ഞു, അല്ല, ഇസ്മയിൽ നിൻ്റെ മുൻപാകെ ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അബ്രഹാമും സാറയെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കുട്ടികളെ ഉണ്ടാകുക, സാറയിൽ അബ്രഹാമിനൊരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് അസാധ്യമാണെന്ന് അവർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അവർ അവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് പോയി. പക്ഷേ ദൈവം പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ നിൻ്റെ ഭാര്യ സാറയിൽ നിന്ന് തന്നെ നിനക്ക് ഒരു മകൻ ജനിക്കും എന്ന് പറഞ്ഞു. നമുക്കറിയാം അബ്രഹാം ചെയ്തത് സാറ ചെയ്തതും തെറ്റായിപ്പോയി. കാരണം എന്താണ്? സാറ ഹാഗാറെ പ്രസവിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഇസ്മായിൽ എന്ന പേര് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പം ഇസഹാക്കും ജനിച്ചു. അവരുടെ ദൈവം വാഗ്ദത്തം ചെയ്ത് സന്തതി ജനിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നമായി? അതിനുമുമ്പ് തന്നെ പ്രശ്നമായി. ഹാഗാർ ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ സാറയെ നിന്ദിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ മച്ചിപ്പെമ്പളെ എന്നൊക്കെ ഒരു പക്ഷേ വിളിച്ച് കാണും. മച്ചിയായി സ്ത്രീ നിന്നെ എന്തിനു കൊള്ളാൻ മുതുക്കി എന്നൊക്കെ പറഞ്ഞ് കാണുമായിരിക്കും ഹാഗാർ. എന്തോ ഹാഗാറിൻ്റെ ഭാവം മാറി. സാറ കഠിനമായിട്ട് പ്രവർത്തിച്ചു. ഹാഗാർ ഓടിപ്പോയി. ദൈവം അവളെ തിരിച്ചു കൊണ്ടുവന്നു. നിൻ്റെ യജമാനത്തിയായ സാറയ്ക്ക് കീഴടങ്ങിയിരിക്കാൻ പറഞ്ഞു. പിന്നെ പ്രസവിച്ചു. നമുക്കറിയാം, പ്രസവിച്ചു കഴിഞ്ഞു. 12 വർഷം ഇസ്മായിലിനെ വളർത്തി. അബ്രഹാം ഇസ്മായിലിനെ സ്നേഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു. ഇസഹാക്ക് ജനിച്ചു. ഇസഹാക്കിന് 3 വയസ്സായപ്പോൾ മുലകൂടി മാറിയപ്പോൾ അബ്രഹാം വലിയൊരു വിരുന്ന് കഴിച്ചു. ആ വിരുന്നിൻ്റെ സമയത്ത് ഇസ്മായിൽ ഇസഹാക്കിനെ നിന്ദിച്ചു, കളിയാക്കി. അത് സാറയ്ക്ക് ഒട്ടും സഹിക്കാൻ കഴിയുമായിരുന്നില്ല. സാറ അബ്രഹാമിനോട് പറഞ്ഞു, ദാസി അടിച്ച് പുറത്താക്കണമെന്ന് പറഞ്ഞു. വലിയ പ്രയാസം അബ്രഹാമിന് തോന്നി. കാരണം അബ്രഹാം ഇസ്മയിലിനെ സ്നേഹിച്ചു. പക്ഷേ അബ്രഹാം ദൈവം ഇടപെട്ട് പറഞ്ഞു, ഹാഗാറിനെയും പുത്രനെയും പുറത്താക്കുക, ഞാൻ അവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവനെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതിയല്ലേ എന്ന് പറഞ്ഞു. അവനെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പ്രിയമുള്ളവരെ, എന്താണ് ഇവിടെ സംഭവിച്ചത്? നമുക്ക് യഥാർത്ഥമായി നന്മ വരുവാനായിട്ട് നാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നാം വിശ്വസിക്കണം. ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ അത് ചെയ്യും. ചില സമയങ്ങളിൽ നാം ഈ അബ്രഹാമിനെയും സാറയും പോലെയാണ്.
ദൈവത്തെ സഹായിക്കുവാനായിട്ട് ചില കുറുക്ക് വഴികൾ നമ്മൾ തിരഞ്ഞെടുക്കും. അബ്രഹാം സാറ് ഒരു കുറുക്ക് വഴിയാണ്. ബാബിലോനിയ മെസൊപ്പൊത്തേമിയൻ പാരമ്പര്യം അനുസരിച്ച് ദാസിയിൽ മകനുണ്ടായാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം നിവൃത്തിയാകും, നമുക്കൊരു മകനുണ്ടാകും, ദൈവം പറഞ്ഞ വാക്ക് ശരിയാകും എന്നവർ ചിന്തിച്ചു. ദൈവത്തിന് നമ്മുടെ ആലോചന ആവശ്യമില്ല, ദൈവത്തിന് നമ്മുടെ കുറുക്ക് വഴികളും ആവശ്യമില്ല. നാം ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് മനുഷ്യൻ്റെ തെറ്റുകളെ ദൈവം പകരമായിട്ടൊന്നും അംഗീകരിക്കുകയില്ല. നാം ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതൊക്കെ ദൈവം അനുഗ്രഹിക്കണമെന്ന്, ദൈവം അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ ചെയ്യുന്നവനല്ല. അതുകൊണ്ട് അബ്രഹാമിൻ്റെ കഥ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഇസ്മായേൽ മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ജനിച്ച മകനാണ്. എന്നാൽ ഇസഹാക്കോ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ജനിച്ച മകനാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് ദൈവത്തിൻ്റെ വാക്ക് പാലിക്കുവാൻ നാം വിശ്വാസത്തോട് കാത്തിരുന്ന് അത് പ്രാപിക്കുന്നതാണ് നമുക്ക് അനുഗ്രഹം. അതിന് പകരം നാം നമ്മുടെ ബുദ്ധി കൊണ്ട് ചില കുറുക്ക് വഴികളൊക്കെ അത് തേടി നാം കാര്യങ്ങൾ സാധിക്കുന്നത് നമുക്ക് ആപത്തിന് മാത്രമേ ഇടയാകൂ. നമുക്കറിയാമല്ലോ, ഇസ്മായിലിൽ നിന്നും ഇസ്രായേൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും ഇസ്മായിലിൻ്റെ വർഗ്ഗത്തിൽ നിന്നും വിശ്വാസികൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും എത്ര വലുതാണ്. അതെല്ലാം അവിശ്വാസത്തിൽ നിന്ന് ആരംഭിച്ചതാണ്. അതുകൊണ്ട് അവിശ്വാസത്തിൻ്റെ വഴിയിലേക്ക് പോകാതെ വിശ്വാസത്തിൻ്റെ വഴിയിൽ നമുക്ക് മുന്നേറാം. ദൈവം അതിനെ നമ്മെ സഹായിക്കട്ടെ.